വന്ദനം. ബഹുമാനപ്പെട്ട എച്ച്.എം. അധ്യാപകർ, എൻ്റെ പ്രിയ കൂട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. ഒരു ശിശുദിനം കൂടി വന്നണയുകയാണ്. എല്ലാ വർഷവും നവംബർ 14-നാണ് ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മയിലെത്തുന്ന ഒരു രൂപമുണ്ട്. വെള്ള ജുബയും അതിലൊരു ചുവന്ന റസാപ്പും പുഞ്ചിരിക്കുന്ന മുഖമുള്ള ആരാണ്. ചാച്ചാ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നെഹ്റുവിന് നല്ല വായനാശീലമുണ്ടായിരുന്നു. പ്രകൃതിയെയും പൂക്കളെയും ഒരുപോലെ സ്നേഹിച്ച നമ്മുടെ ചാച്ചാജി കുട്ടികളുടെ ഭാവിക്കായി ഇതിലൂടെ പ്രവർത്തിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ നെഹ്റുജി ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ നിർമ്മിച്ചു. തികഞ്ഞ വായനക്കാരനും അഗാധ പണ്ഡിതനും ഉജ്ജ്വല പ്രഭാഷകനുമായിരുന്നു ചാച്ചാജി. അദ്ദേഹം ഇന്ത്യൻ പ്രഥമ പ്രധാനമന്ത്രി അതിനുശേഷം ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗം ലോക പ്രശസ്തമാണ്. നമ്മുടെ ദേശീയ ലക്ഷ്യം ജനാധിപത്യ ഇന്ത്യയാണ്, മതേതരത്വ ഇന്ത്യയാണ്, സോഷ്യലിസ്റ്റ് ഇന്ത്യയാണ്. അത്തരം ഇന്ത്യയിൽ മതഭ്രാന്തിനോ ചൂഷണത്തിനോ പ്രസക്തിയില്ല. നെഹ്റുജിയുടെ ഈ ശബ്ദം രാജ്യത്ത് ഉച്ചത്തിൽ മുഴങ്ങട്ടെ. കുട്ടികളെ കുറിച്ച് ചിന്തിക്കുവാനും അവരുടെ പുരോഗതിക്ക് വേണ്ടി ശിശുദിനം കാരണമാവട്ടെ പ്രാർത്ഥിക്കുന്നു. ശിശുദിനാശംസകൾ. നന്ദി, നമസ്കാരം.